അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാർ, എന്ത് വേണം? താങ്കളുടെ വൈഫ് വേദന കൊണ്ട് പുളയുന്നുണ്ട്. പിന്നെ അവർ സ്കാനിങ്ങിനുള്ള കാര്യങ്ങൾക്കൊന്നും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അത് സാറൊന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് മെൻ്റലി വല്ല പ്രോബ്ലം ഉണ്ടോ? ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ, ഇതിപ്പോൾ വല്ലാത്ത പ്രശ്നത്തിലായല്ലോ. സർ, താങ്കളൊന്ന് ഒപ്പിടുമോ? കാരണം മെൻ്റലി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അത്രക്കും പരാക്രമങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ സാറൊന്ന് വന്നേ, അവരുടെ ഡ്രസ്സിങ് റൂമിലേക്ക് ഒന്ന് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതാ ഷമ്മാസ് മനമില്ലാ മനസ്സോടെ അകത്തേക്ക് കയറുന്നു. അത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോളൂ, അതായിരിക്കും നല്ലത്. എന്നാൽ ഈ സമയം അതെ, നിങ്ങളുടെ ഭർത്താവ് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് സമ്മതമല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഓക്കെ ആണെന്നാണ്. എന്നാൽ ഞങ്ങൾ ചെയ്യാണ്. നോ, വേണ്ട, ഒരിക്കലും വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്. സൂചി എന്ന് കേൾക്കുന്നതിന് എനിക്ക് പേടിയാണ്. എൻ്റെ പ്രസവം തന്നെ ആകെ ബുദ്ധിമുട്ടിലായത്. ഇനി എനിക്ക് എന്നെ കൊണ്ട് സൂചി അടിച്ച് എന്നെ കൊല്ലല്ലേ പ്ലീസ്, ദയവായി ദയവായി എന്നെ സൂചി വെക്കല്ലേ പ്ലീസ്. അവൾ അതാ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. എന്നാൽ നേരെ ഷമ്മാസിനടുത്തേക്ക്, സർ, അതെ, ഒരു വിധത്തിൽ അവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇനി മയക്കുവാനുള്ള വല്ല സൂചിയും ഞങ്ങൾ കൊടുത്താലോ? മെഡിസിൻ ഇട്ടിട്ട് ഗ്ലൂക്കോസ് ഇട്ട് അങ്ങനെ കൊടുക്കണോ? അതോ ഇഞ്ചക്ഷൻ പേടിയാണെങ്കിൽ നിങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇട്ട് കൊടുക്കണ്ട, ഇഞ്ചക്ഷൻ തന്നെ കൊടുത്തേക്ക്. എന്നാൽ അതാ അവർ സൗദിയെ പിടിച്ചു വെച്ച് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. ദേ, സൂചിയുടെ നിബൊടിഞ്ഞ് അകത്തേക്ക് കയറിപ്പോകട്ടോ. വല്ലാതെ അനക്കല്ലേ, എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? അതിൽ ഒരു മുതിർന്ന സിസ്റ്റർ അവളെ ചീത്ത പറഞ്ഞു. എത്രയോ പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ട്, എന്താ നിങ്ങൾക്കായിട്ട് ഇത്ര? എനിക്ക് അദ്ദേഹത്തിനെ വിളിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ്. അതെ സർ, നിങ്ങൾ വിളിക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് പേടിയാണത്രേ, അതാണ് പറയുന്നത്. നിങ്ങൾ കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. എന്താ സർ, നിങ്ങൾക്കൊന്ന് വന്നൂടെ? ഒരു പേഷ്യൻ്റല്ലേ ആ കരയുന്നത്? അതിൽ ഒരു സിസ്റ്റർ പറഞ്ഞു. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വരണമെന്നില്ല. സാർ ഒന്ന് വന്നേക്കൂ. എന്നാൽ അതാ സൗദ ഷമ്മാസിനെ കാണണമെന്ന് പറഞ്ഞ് വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിക്കുമോ? എനിക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ആശ്വാസമാണ്. നിങ്ങളെന്താ എനിക്ക് കാണിച്ചു തരാത്തതേ? അവൾ ശരിക്കും വയലൻ്റ് ആവുകയാണെന്ന് അവർക്ക് തോന്നി. അതെ, ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വരെ അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ വീണ്ടും സിസ്റ്റർ വന്ന് വിളിച്ചു, സർ ഒന്ന് വന്നേക്കോ, നിങ്ങളെ കാണാഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിപ്പോന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷമ്മാസ് മനമില്ല മനസ്സോട് അങ്ങോട്ട് കടന്നു. സൗദ, എന്താ ഇഞ്ചക്ഷൻ വേണ്ടേ? ഷാമോൻ പോവല്ലേ എന്നെ വിട്ട്, എനിക്ക് പേടിയാണ്. ഇവിടെ ഇവരൊക്കെ എന്നെ ഉപദ്രവിക്കും. ഷാമോൻ. അതെ, അവൾ വളരെയധികം കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ സിസ്റ്ററെ, ഇഞ്ചക്ഷൻ കൊടുത്തോളൂ. വേണ്ട ഷാമോൻ, നോ, അങ്ങനെ പറയരുത്. പിന്നെന്താ, നിങ്ങളുടെ അസുഖം മാറണ്ടേ? അസുഖം മാറാതെ പിന്നെപ്പോൾ ഇവിടെ നിന്നൊരു കാര്യമുണ്ടല്ലോ. വേഗം കൊടുത്തേക്ക്, നല്ലൊരു ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്, ഡോസ് ഉണ്ടായിക്കോട്ടെ. ഷമ്മാസ് അത് പറഞ്ഞു. ഷമ്മാസിന് അല്ലാതെ ഒരു നിവൃത്തിക്കേടുമില്ലായിരുന്നു. അല്ലാതെ എന്ത് ചെയ്യും? ഒരാണിനെ കുറിച്ച് ഒരു പെണ്ണ്, അത് പഠിച്ചോനെ, ആരെങ്കിലും നവാസ്ക് എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ എന്തിന് നന്ന്? ഇത് എത്ര മോശമാണിത്. ഉമ്മാക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ തന്നെ അതാ സിസ്റ്റർ പറഞ്ഞു, എന്നാൽ ഓക്കെ കേട്ടോ. എന്നാൽ ഡോക്ടറും പറഞ്ഞു, അതെ, രോഗി വയലൻ്റായി വരികയുണ്ടെന്ന്, എന്താ അറിയില്ല, ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൊന്ന് സൈൻ ചെയ്തോളൂ. കാരണം ചെറിയൊരു അനസ്തേഷ്യ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അതായത് ഇവർക്ക് ഇനിയിപ്പോൾ സ്കാനിങ് ഒക്കെ നടത്തണമെന്നെങ്കിൽ തന്നെ ഇവരെ കുറച്ച് മയക്കേണ്ടി വരും. അതുകൊണ്ട് ഷമ്മാസ് അതിൽ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഷാമോനെ, എന്നെ ചതിക്കല്ലേ, എനിക്ക് പേടിയാണ് ഇഞ്ചക്ഷൻ. ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് വയ്യ, എൻ്റെ വയറ് വേദനയായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഷാമോനെ പ്ലീസ്, അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു. എന്നാൽ ഷമ്മാസ് ഒരു ഡോക്ടറോട് പറഞ്ഞു, ഓക്കെ, അല്ലാതെ വയറുവേദന മാറാതെ പിന്നെ വേറെന്ത് ചെയ്യും? നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെയതാ സൗദയെ പിടിച്ചു വെച്ച് നല്ലൊരു ഇഞ്ചക്ഷൻ ഊരക്ക് തന്നെ കൊടുക്കുന്നു. എന്നാൽ അതാ സൗദ ഉറക്കെ കരയുന്നു. ഷാമോനെ, എന്നെ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലുന്നു ഇവർ എന്ന് പറഞ്ഞ് ഉറക്കെ. അപ്പോഴേക്കും ഇഞ്ചക്ഷൻ വെച്ചു. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. എനിക്കിത് കിട്ടേണ്ടേ തന്നെ, എനിക്കൊന്നും അസുഖമല്ല, നിങ്ങൾ എന്നെ ഇഞ്ചക്ഷൻ വെക്കല്ലേ, എനിക്കൊന്നുമില്ല. പിന്നെന്താ, അഭിനയിക്കുകയാണോ? ദയവായി എന്നെ ഇഞ്ചക്ഷൻ വെക്കല്ലേ, എനിക്ക് പേടിയാണ്, എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ വെറുതെ അഭിനയിച്ചതാണ്.
ഓഹോ, ഇതെന്താ ഇഞ്ചക്ഷനെ പേടിച്ചിട്ട് ഇങ്ങനെ അസുഖത്തെ ഇല്ലാതാക്കി പറയണോ? ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളൂ. അതെ, മെൻ്റലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്താ കൊച്ചു കുട്ടികളെ പോലെ ഒരു കൊഞ്ചൽ. എന്നാൽ അവളുടെ കൈകാലുകൾ പിടിച്ചു വെച്ചിട്ടാണ് അവർ ഇഞ്ചക്ഷൻ നല്ല രീതിയിൽ ഒന്ന് കൊടുത്തത്. എന്നാൽ അവൾ വേദന കൊണ്ട് പുളഞ്ഞു എന്നത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഡോക്ടർ ഷമ്മാസിനെ വിളിച്ചു. സർ, ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഈ വയറുവേദന പ്രശ്നം? എന്തായാലും ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കട്ടെ. എന്താണ് ഇനിയിപ്പോൾ പല രീതിയിലുള്ള അപ്പൻഡിക്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിന് കടുത്ത വേദനയായിരിക്കും. അത് പിടിച്ചാൽ കിട്ടാത്ത വേദനയായിരിക്കും. നമ്മൾ എത്രയൊക്കെ തന്നെ മെഡിസിൻ കഴിച്ചാലും പോകില്ല. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഡോക്ടർ, നിങ്ങൾ അവിടെ നിന്നോളൂ, കുഴപ്പമില്ല. എന്നാൽ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടർ ഇവരുടെ ഡ്രസ്സ് അവരെ കൊണ്ട് നോ പ്രോബ്ലം, കുഴപ്പമില്ല, നിങ്ങളവിടെ പുറത്തു നിന്നോളൂ, ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും സൗദിയുടെ സ്കാനിങ് തുടങ്ങി. എന്നാൽ ഈ സമയം ഷമ്മാസ് ഉമ്മക്ക് വിളിക്കുന്നു. ഹലോ ഉമ്മ. മോനെ, എന്തായടാ? ഒരു സമാധാനമില്ല. എന്താഞ്ഞിപ്പോൾ ഞാൻ കാട്ടെനിക്ക് പുടിയരില്ല, ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലേ, ഇനിയിപ്പോൾ ആരോടെങ്കിലും ഒന്ന് വിളിച്ച് പറയണോ? കാരണം അവളെ ബാപ്പൊക്കെ അവിടെ ഉണ്ട്, ശരിയാണ്, മൂപ്പര് വയ്യാത്തതൊക്കെ തന്നെയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഉമ്മ അതൊക്കെ ഞാൻ അറിയിച്ചോണ്ട് ഇപ്പോൾ ഒന്നും അറിയിക്കണ്ട. അല്ല മോനെ, എങ്ങനെയുണ്ടെന്ന്? എൻ്റെ പൊന്നാരുമ്മ നിലത്തുനിന്ന് പൊന്തുന്ന രീതിയിലായിരുന്നു. പഠിച്ചോനെ, പാവ റബ്ബേ, എത്രമാത്രം വേദന ഉണ്ടോ? എന്താ അറിയില്ല ഉമ്മ, നിൽക്കാതെ വേദന എന്നെ വരെ പിടിച്ച് വെക്കുകയാണ്. എനിക്ക് വേദന, അവിടെ വേദന, ഇവിടെ വയറൊന്ന് പിടിച്ച് അമർത്തി തരൂ ഷാമോനെ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്നൊക്കെ ഉമ്മ ഞാൻ ആകെ ബുദ്ധിമുട്ടിപ്പോയി. പിന്നെ എന്തൊക്കെ തന്നെ അകത്ത് ഒരു മനുഷ്യൻ്റെ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ നവാസ് ഖാൻ്റെ വൈഫല്ലേ എന്നുള്ളൊരു ബഹുമാനം കൂടി ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടാണ് അവരെ ഞാൻ കെയർ ചെയ്തത്. പിന്നെ അവർ ഇഞ്ചക്ഷൻ വെക്കേണ്ടെന്ന് ഭയങ്കര കരച്ചിൽ. എന്താ പറയുക, സ്കാനിങ് ചെയ്യാനുണ്ട്, പക്ഷെ അതിനും സമ്മതിക്കുന്നില്ല. ആകെപ്പാടെ എന്തായാലും ചെറിയൊരു ഇഞ്ചക്ഷൻ അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിട്ടുണ്ട്. മോനെ, പഠിച്ചോനെ, എന്തിനാ മോനെ അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ അവർ പറയണത് എനിക്ക് അസുഖമില്ല, ഞാൻ വെറുതെ പറയാണ് ഇഞ്ചക്ഷനെ പേടിച്ചിട്ട്. പഠിച്ചോനെ, ഏതായാലും കുഴപ്പമൊന്നും ഇല്ലാതെ കെട്ടെ. ഓലപ്പാനെ അറിയിച്ചാലും ഉപ്പ ബേജാറാവും. പിന്നെ ഉമ്മയെന്ന് വെച്ചാൽ അങ്ങനെ അത്രക്കാരൊരു പോക്കിരിച്ചല്ലേ. ഉമ്മാൻ്റെ പിന്നെ എനിക്ക് വിശ്വാസമില്ല. കാരണം എന്നെയൊക്കെ അന്ന് അമ്മട്ടൻ ചീത്തറിഞ്ഞ് വിട്ടതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല, കാണുമ്പോൾ തന്നെ ഒരു പേടിയല്ല, എന്തായാലും മനസ്സൊക്കെ ഒരു ഇടങ്ങാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വിളിച്ചറിയിക്കാതൊക്കെ നിൽക്കണം. ഉമ്മ ഒരിക്കലും വേണ്ട, ഓളമ്മാനൊന്നും അറിയിക്കല്ലേ പഠിച്ചോനെ. അതിനേക്കാളും സാധുവായി ഉപ്പാനെ അറിയിച്ചാൽ തൽക്കാലം വേണ്ട. ഈ നട്ടപ്പാതിരാക്ക് മൂപ്പര് ബേജാറായി നെഞ്ചുവേദന എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടും. നമ്മൾ തൽക്കാലം അവിടെ കെട്ട് നേരം വെളുക്കട്ടെ. മോനെ, എൻ്റെ കുട്ടി ഇടങ്ങാറായോ? ഉമ്മ, ഞാനിവിടെ പുറത്തിരിക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ലമ്മ. പക്ഷെ സൗദക്ക് മാറി കിട്ടിയാൽ മതി, അതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഒന്ന് കുഞ്ഞുള്ളതല്ലേ, കുഞ്ഞിനെ നോക്കേണ്ടതല്ലേ. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യം അതന്നെ മോനെ എനിക്കും ബേജാറ്. അതെ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യം എന്തായിരിക്കും എന്നുള്ളത്. മോനെ, എന്തായാലും നല്ലപോലെ നോക്കിക്കോ. പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് അതിൻ്റെ കൂലി തരും കേട്ടോ. ഏതായാലും നവാസ് അതിൻ്റെ ശേഷം മിണ്ടിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഓളാ പോക്കന്ന് പോയതാ പേച്ചത്. ഇവിടെ നല്ല മട്ടത്തിൽ നിന്നിക്കണേ, എന്തൊരു ഇതായിരുന്നു. നവാസും തന്നെ ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞറിഞ്ഞു എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിക്കണേ. പിന്നെ അതുമല്ല, സത്താറിനെ കുറിച്ചുള്ള കുറേ കേസും കാര്യം അതും കൂടെ ഇപ്പം മോനെ വെറുത്തിക്കണേ. നമ്മളിനിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഓനത് മനസ്സിക്ക് പിടിക്കൂല. കാരണം ഒരാളെടുത്ത് ഒരു പ്രാവശ്യം തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്തൊക്കെ തന്നെ നമ്മൾ തെറ്റ് തിരുത്താൻ വിചാരിച്ചാലും ആ ഒരു ചിന്താഗതി അതുപോലെ മനസ്സിൽ അങ്ങോട്ട് മായൂല. അതാണ് മക്കളെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയണത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതന്നെ ആയിരിക്കും കഥ. കാരണം മറ്റൊന്നുമല്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അതൊന്നും മനസ്സിക്ക് ഒരു കരടായി ഒരു കനലായി അവിടെ കിടക്കും. ശരിയാണ്, എൻ്റെ നവാസിന് അതന്നെ പറ്റിയത്. കാരണം ഫസീലേക്കൂടെ കുറേ ഓന് അനുഭവിച്ചിരിക്കണേ കുറേ. എന്നാൽ ഇപ്പോൾ സൗദി അങ്ങനെ മിണ്ടാതെയും പറയാതെ ഇഷ്ടമില്ലാതെ കാട്ടിക്കൂട്ടി പോയപ്പോഴേ ഓനാകെ കണ്ട് ഇടങ്ങാറായി. അതന്നെയാണ്, വേറൊന്നും പറയാനില്ല. പഠിച്ചോനെ വല്ലാത്തൊരു പുതുമ. ഏതായാലും പഠിച്ചോനെ നല്ലേൽക്ക് ആയിക്കെട്ടെ. കാരണം കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോഴേ ഉമ്മയും ബാപ്പയും വേറിട്ടിക്കണത് വല്ലാത്തൊരു ഇടങ്ങാറിനാണ്. ഉമ്മ അതൊക്കെ ശരിയായിക്കോളൂ ഇൻഷാ അല്ലാ.
എന്നാലും എൻ്റെ പൊന്നാര മോനെ ഓളെ ബാപ്പാനെ വിചാരിച്ചിട്ടെങ്കിലും ഇജ്ജ് സൗദനെ നോക്കിക്കോ. ഓളെ ഉമ്മാൻ്റെ കാര്യം ഇജ്ജ് ആലോചിച്ചണ്ട. കാരണം ഉമ്മാൻ്റെ കാര്യം ആലോചിച്ചാൽ ഉമ്മ അങ്ങനെ അത്തരക്കാരത്തിയാണ്. പക്ഷേ ആ ബാപ്പ ഒരു പാവല്ലേ, അത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മാൻ്റെ കുട്ടി നല്ല മട്ടത്തിൽ നോക്കിക്കോളി കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. ഉമ്മ എന്നാൽ ശരി. പെട്ടെന്ന് അതാ സൗദിയുടെ കൂടെ ഉമ്മ അവർ സിസ്റ്റർ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. മോനെ ആയിക്കോട്ടെ, പടച്ചോനെ ഒന്നുമില്ല ഞാൻ മതിയായിരുന്നല്ല, എങ്ങനെങ്കിലും ഇല്ലാണ്ട് ജീവിച്ച് പോയിക്കോട്ടെ, ഒരു കുട്ടിയുള്ളതല്ലേ. പടച്ചോനെ നല്ല മട്ടത്തിൽ നിന്ന് പോണെങ്കിൽ പോയിക്കോട്ടെ, ഒരാൾ നമ്മൾ തള്ളി പറയില്ല. ആര് നമ്മൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ അല്ല. ആരെങ്കിലും മുന്നേക്ക് കൈ നീട്ടി വന്നിക്കണമെങ്കിൽ ഇരു കൈകളും നീട്ടി അവരെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും നമ്മളാരും മടക്കി പറഞ്ഞയച്ചിട്ടില്ല. പഠിച്ചോനെ അതിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് അല്ല യാതൊരു പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഇല്ലാതെ റഹ്മാനെ നല്ല മട്ടത്തിൽ നല്ല രീതിയിലാണ് ജീവിച്ച് പോയാൽ മതിയെന്ന് തമ്പുരാനെ. ആമീൻ. ആയിഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അതേ തൻ്റെ പ്രിയപ്പെട്ട നവാസിൻ്റെ പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് ആയിഷുമ്മ അവിടെ താരാട്ട് പാടിക്കൊണ്ടിരുന്നു. പഠിച്ചോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഒന്നും ഇല്ല കേട്ടോ. അമ്മമ്മ ഉണ്ടല്ലോ ഇവിടെ, അമ്മമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചണ്ട ഒരാവശ്യമില്ല കേട്ടോ. പഠിച്ച റബ്ബേ അല്ലാ. നവാസിൻ്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓനെ കാണുന്ന പോലെയാണ് റബ്ബേ ഓൻ്റെ സ്ഥിതി. ഓനാണെങ്കിൽ വിളിയും തെളിയൊക്കെ പറ്റേ മാറ്റിയേക്കണം. ആയിക്കോട്ടെ, അവിടെ നിന്നോട്ടെ, എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. മക്കൾ ഇടങ്ങാറായത് അത്രേ ഉള്ളൂ. കുറേയൊക്കെ അനുഭവിച്ച് കഴിയുമ്പോഴേ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു വേദന വരികയാണ്. ആ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഓല് പഴയമാതിരി ഒരിക്കലും ആവൂല. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ ഈ സമയം ഷമ്മാസിനെ നഴ്സ് വിളിപ്പിച്ചു. എന്താ സിസ്റ്റർ? അത് ഞങ്ങൾ സ്കാനിങ് ചെയ്തു കേട്ടോ. സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റിസൾട്ടിന് 2 മണിക്കൂർ എടുക്കും. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അത് എന്താ അനസ്തേഷ്യ തെളിഞ്ഞിട്ടുണ്ടോ? അനസ്തേഷ്യ എന്ന് വെച്ചാൽ അതിനകത്തല്ല, സിമ്പിളായിട്ട് അവർ ആ പരാക്രമം കാണിച്ചത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലെ അത്ര വലിയതല്ല കേട്ടോ കൊടുത്തത്. പെട്ടെന്ന് തെളിയും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. എന്നാൽ ഷമ്മാസിന് സങ്കടം വന്നു. കാരണം ഒരു വയറുവേദനയ്ക്ക് അത് വളരെയധികം സഹിക്കാത്ത രീതിയിൽ അവർ അത് ചെയ്യുമ്പോഴേ അത് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നി. കാരണം അത് പഠിച്ചോനെ ആർക്കും ഇല്ലാതിരിക്കട്ടെ ഒരു അസുഖവും. ചെറിയ അസുഖം തന്നെ, ഒരു പല്ലുവേദന വന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയൂല. പഠിച്ചോനെ യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു, വേറൊന്നും ഇല്ലാതെ. കാരണം കുഞ്ഞുള്ളാണ് റബ്ബേ. കുഞ്ഞുണ്ടായത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യം അതും ശരിക്ക് പാവാണ്. ജനിച്ചപ്പോഴേ ഉമ്മയെ കിട്ടിയില്ല. ഇനിയെങ്കിലും ആ ഉമ്മയോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചോനെ നീ കൊടുക്ക്. ഉമ്മ പറഞ്ഞ വാക്കുകൾ ഷമ്മാസിൻ്റെ ചെവിയിൽ മുഴങ്ങി. മോനെ നോക്കിക്കടാ, എൻ്റെ നവാസിൻ്റെ ഭാര്യയല്ലേ, എന്തൊക്കെ തന്നെയാണ് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും. കാരണം ഓനെ വിളിയും തെളി ഏതായാലും ഇല്ല. അതെ, നമുക്കിങ്ങനെ നോക്കുക. കാരണം നല്ല മട്ടത്തിൽ നിന്നാലൊക്കെ നല്ലത് തന്നെയാണ്, നമുക്ക് ആളുണ്ടാവും. അതല്ല സ്വഭാവമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് പ്രയാസമാണ്. പഠിച്ചവനെ നല്ല സ്വഭാവത്തോടു കൂടി നല്ല റാഹത്തോടു കൂടി അവൾക്ക് നിൽക്കാൻ തോന്നണേ അല്ല. പഠിച്ചോനെ ശരിക്കും ആയിഷുമ്മ പറഞ്ഞ കാര്യം ഷമ്മാസ് ഓർത്തു. എന്നാൽ ഷമ്മാസിന് തോന്നി, റബ്ബേ എന്തിനാണിപ്പോൾ നുസിയാണെങ്കിലോ ഈ സ്ഥാനത്ത്, നുസീബ് ഈ സ്ഥാനത്താണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവൾ ഈ ഒരു അവസ്ഥയിൽ നവാസിൻ്റെ കൂടെ പോരുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കി പോരുമ്പോൾ അതെ അനസ്തേഷ്യൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓപ്പറേഷത്തിനാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഒന്ന് കാണുവാൻ ആരുമില്ലെങ്കിലൊക്കെ അവളുടെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും നുസൈബയെക്കുറിച്ച് ഷമ്മാസ് ഓർത്തു. എന്നാൽ ഒരു നിമിഷം ഷമ്മാസ് ചോദിച്ചു, സിസ്റ്റർ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. അങ്ങനെ ഷമ്മാസ് അതിനകത്തേക്ക് കയറി. ഉമ്മ പറഞ്ഞ രീതിയിൽ അവൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഒരു നിമിഷം സൗദിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഷമ്മാസിന് പാവം തോന്നി. പഠിച്ചോനെ ഒരുപാട് വേദന സഹിച്ചതായിരിക്കും, പെട്ടെന്ന് ഷിഫ നൽക് റഹ്മാനെ, ആമീൻ. അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ തന്നെ ഉമ്മാക്ക് വിളിച്ചു. ഉമ്മ ഉറങ്ങിയോ? മോനെ എന്തായടാ? ഉമ്മ എല്ലാം കഴിഞ്ഞു, ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഉണർന്നാലും എന്താ അറിയില്ല, അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വരാം കേട്ടോ. എന്നാൽ ഈ സമയം അവൾ കണ്ണു തുറന്നു. എവിടെ മേഡം? കുഴപ്പമില്ലല്ലോ.
അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്താ ഇഞ്ചക്ഷൻ വെച്ചപ്പോഴേക്കും പെയിനെല്ലാം പോയോ? ആ എവിടെ ഷാമോൻ എവിടെ? ആ കൂടെയുള്ള ആരെയാണ് ചോദിക്കുന്നത്? അതെ സൗദിയുടെ കൂടെ നിങ്ങളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ എന്താണ്? നേരെ ഏതാ സൗദിയുടെ അടുത്തേക്ക് ഷമ്മാസ് പോയി. എന്തു പറ്റി? എങ്ങനെയുണ്ട് ഷാമോനെ? ഇപ്പോൾ കുറവുണ്ട്. ഇനി എന്നെ വിട്ട് പോവല്ല കേട്ടോ, എനിക്ക് പേടിയാണ്. ഇനി പേടിക്കണ്ട, ഇവരെല്ലാവരും കൂടി എന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ആകപ്പാടെ ഇടങ്ങാറാക്കി. എന്തെങ്ങനെയൊക്കെ പറയുന്നത്? അത് മാറിക്കോളും കേട്ടോ. ഇൻഷാല്ല ഉമ്മ വിളിച്ചിരുന്നു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഷാമോനെ നമുക്ക് വീട്ടിലേക്ക് പോവേ അതോ ഇവിടെ നിൽക്കണോ ഇനി? അല്ല, റിസൾട്ട് അറിയട്ടെ. റിസൾട്ട് അറിഞ്ഞതിന് ശേഷം. ഷാമോൻ എനിക്കൊന്നുമില്ല, ഷാമോൻ എനിക്കൊന്നുമില്ല. ഇവരെല്ലാവരും കൂടി എന്നെ പേടിപ്പിക്കുകയാണ്. ഇവരെന്തിനാ എന്നെ സ്കാനിങ് ഒക്കെ ചെയ്തത്? ഇത്ത പേടിക്കണ്ട, ഒക്കെ റെഡിയാവും കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും വേണോ? ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ജ്യൂസ്? എന്ത് ജ്യൂസാണ് വേണ്ടത്? അതോ ചായ വേണം? ജ്യൂസ് മതി. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് ഒരു അനാർ ജ്യൂസ്, ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസ് പെട്ടെന്ന് തന്നെ അത് വാങ്ങുവാൻ വേണ്ടി പുറത്തേക്ക് പോയി. അവൻ അത് വാങ്ങി കാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു അവളുടെ കൈകളിൽ കൊടുത്തു. ഇത് കുടിച്ചോളി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവൾ അത് ആകാംക്ഷയോടെ ആർത്തിയോടെ അത് കുടിച്ചു. ഷാമോനെ താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഞാൻ വല്ലാതെ ക്ഷീണിച്ച് പോയിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സൗദിയുടെ കൂടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഷമ്മാസ് നേരെ അതാ ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്നു. സൗദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭർത്താവാണല്ലേ? അത് ഭർത്താവല്ല, ഞാൻ ഭർത്താവിൻ്റെ അനിയനാണ്. ഭർത്താവിൻ്റെ അനിയനാണോ? ഓക്കെ ഭർത്താവ് ഗൾഫിലാണ്. ഓക്കെ ഭർത്താവിന് ഇതുപോലുള്ള അനിയൻ ഉണ്ടാകുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഈ കേസ് എന്ന് വെച്ചാൽ ഇത് സ്കാനിങ് റിപ്പോർട്ടിലൊന്നും തന്നെ കാണുന്നില്ല, എല്ലാം ക്ലിയറാണ്. പിന്നെ ഇനിയിപ്പോൾ മെൻ്റലി പ്രോബ്ലമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. പിന്നെ ചെറിയ രീതിയിലുള്ള പെയിൻസൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ MRI എടുത്ത് നോക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് വയറിൻ്റേതായിട്ടുള്ള സ്കാനിങ് നമ്മൾ എടുത്തു, പക്ഷേ അതിൽ മുഴുവനും ഒരിക്കലും അത് അവൈലബിൾ അല്ല. എങ്കിലും സാധാരണ രീതിയിൽ അപ്പൻഡിക്സ് പോലുള്ള അസുഖമാണെങ്കിലൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതാ കണ്ടില്ലേ, സ്കാനിങ് മുഴുവനും വളരെ ക്ലിയർ ആൻഡ് നീറ്റാണ്. നോ പ്രോബ്ലം, ഇതിലൊന്നും പ്രോബ്ലം കാണുന്നില്ല. ഇനിയും പെയിന് വരികയാണെങ്കിൽ MRI എടുത്ത് നോക്കേണ്ടി വരും കേട്ടോ. അതാവുമ്പോൾ സൂക്ഷ്മമായ ഞരമ്പുകളിലുള്ള ബ്ലോക്ക് വരെ അത് കാണിക്കാൻ പറ്റുമല്ലോ, അത് എടുക്കായിരിക്കും നല്ലത്. തൽക്കാലം ഞാൻ മെഡിസിൻസ് എഴുതുന്നുണ്ട്. പക്ഷേ ഇനി അവർക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഗ്ലൂക്കോസ് കയറ്റിയിട്ട് നമുക്ക് റൂമിലേക്ക് മാറ്റാം, അതായിരിക്കും നല്ലത്. നിങ്ങൾ പേഷ്യൻറ്റിനെ ഒന്ന് വിളിക്കുമോ? അപ്പോഴേക്കും അതാ സൗദയും അങ്ങോട്ട് എത്തിച്ചു. സൗദ, ഡോക്ടർ വിളിച്ചു. എന്ത് പറ്റി? സൗദക്ക് പെയിൻ എപ്പോഴാണ് തുടങ്ങിയത്? അത് ഞാൻ രാത്രി. അതിന് മുമ്പായിട്ട് സൗദക്ക് എന്തെങ്കിലും PCOD പ്രോബ്ലംസ് വല്ലതും? ഇല്ല. സൗദ ഒരു കുഞ്ഞുണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു കുഞ്ഞ്. ഓക്കെ. പിന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ? അതൊക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, ഭർത്താവ് ഇവിടെ ഉണ്ടോ? പോയിട്ട് എത്ര ആയിട്ടുണ്ട്? ഭർത്താവ് കുറച്ചായി. ഓക്കെ. അപ്പോൾ പ്രഗ്നൻ്റ് ഒന്നല്ല എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം പ്രഗ്നൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു, ഒന്നും ഓക്കെ അല്ല. പിന്നെ സ്കാൻ ചെയ്ത് നോക്കി, ഒന്നുമില്ല, നോ പ്രോബ്ലം. ഇനി പെയിന് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു മെഡിസിൻസ് ഞാൻ എഴുതുന്നുണ്ട്, അത് കുടിക്കുന്നതോടൊപ്പം പെട്ടെന്ന് തന്നെ MRI എടുക്കുവാൻ വേണ്ടി വരണം. MRI സ്കാനിങ് എടുത്താൽ മാത്രമേ ഇതിനുള്ളിൽ ഏതൊക്കെയൊന്ന് പറയാം. ഒന്ന് ശരീരം മുഴുവൻ എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതൊക്കെ തന്നെ. പിന്നെ ടെൻഷൻ ഒഴിവാക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു പെയിന് കാരണം എനിക്ക് കാണുന്നില്ല എത്രയായിട്ടും. പിന്നെ പണ്ടൊക്കെ മദ്രസയിൽ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് മക്കൾക്കൊക്കെ ഒരു വയറുവേദന ഉണ്ടാവാറുണ്ട്, ഒരു കള്ളത്തരം. ആ രീതിയിലുള്ളതൊക്കെ ആവാനാണ് ചാൻസ്. അത് കേട്ട് സൗദ ഒരു നിമിഷം ഞെട്ടി. റബ്ബേ, ഈ ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത്? ഷമ്മാസും അല്ല, അങ്ങനെയാണെന്നല്ല. എന്താ ഡോക്ടർ നിങ്ങളീ പറയുന്നത്? ഡോക്ടറെ, അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്, നിങ്ങൾ അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ.
അതിനെക്കുറിച്ച് നിങ്ങളെന്ത് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? സൗദിയുടെ വാക്ക് കേട്ട് ഡോക്ടർ പറഞ്ഞു, നോ വയലൻ്റ് ആകണ്ട. എനിക്കൊരു ഡൗട്ടും കൂടി ഉണ്ട് കേട്ടോ ഷമ്മാസ്, ഇവർക്ക് മെൻ്റലി പ്രോബ്ലംസ് വല്ലതും? എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഹേയ് അതൊന്നും ഇല്ല, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ഇല്ലല്ലോ. എന്താ ഷമ്മോനെ ഇങ്ങനെ? അപ്പോൾ എന്നെ അറിയില്ല അല്ലേ? ഇത്രയും ദിവസം നിങ്ങളുടെ അടുത്ത് ഞാൻ നിന്നിട്ട് നിങ്ങളെന്തെന്നെ ഒരു മാനസിക രോഗിയാക്കുകയാണോ ചെയ്യുന്നത്? അതല്ലേ അങ്ങനെ പറയില്ലേ, അതല്ല ഞാൻ, കാരണം ഇതൊരു തോന്നൽ വരാണ്ടേ ചിലപ്പോഴേ, വയറുവേദന തോന്നൽ. എനിക്കത് ക്ഷീണം വരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഷമ്മാസ് ഇരിക്കുന്ന ആ ചെയറിലേക്ക് കുഴഞ്ഞു വീഴുന്ന പോലെ. എന്തു പറ്റി? അപ്പോഴേക്കും ഡോക്ടർ, എന്നാൽ ഷമ്മാസ് പിടിക്കൂ, അവരെ പിടിച്ചോളൂ സിസ്റ്റർ. അപ്പോഴേക്കും 2 സിസ്റ്റർമാരും ഓടി വന്നു. എന്ത് പറ്റി? ഇവർക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് റൂമിലേക്ക് മാറ്റൂ, എന്നിട്ട് ഒരു ഗ്ലൂക്കോസ് ഇട്ട് കൊടുക്കൂ. അങ്ങനെ അതാ ഷമ്മാസും ഭയന്നു, പഠിച്ചോനെ അസുഖം മാറിയെന്ന് വിചാരിച്ചായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി? പെട്ടെന്ന് ഷമ്മാസിനോട് ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ MRIക്ക് എടുത്ത് നോക്കേണ്ടി വരും, കാരണം എന്താണെന്ന് അറിയുന്നില്ലല്ലോ. പല അസുഖം, ചിലപ്പോൾ തലക്കായിരിക്കും, ചിലപ്പം വയറുവേദനയായിട്ട് തോന്നുന്ന മറ്റു വല്ല പെയിനായിരിക്കും, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവരിത് ബോധരഹിതയായി വീഴുന്ന പോലെയാണ്. അങ്ങനെ അതാ അവർ പെട്ടെന്ന് ഗ്ലൂക്കോസ് ഇട്ട് കൊടുക്കുന്നു. അവൾ ഷമ്മാസിനെ വിളിക്കുന്നു, ഷാമോനെ വാ, എൻ്റെ അടുത്തേക്ക് വാ, എനിക്ക് ആകെപ്പാടെ എന്തൊക്കെ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഷമ്മാസ് ചോദിച്ചു, സൗദ അല്ല ഞാൻ അറിയായിട്ട് ചോദിക്കുകയാണ്, ഒന്നും ഉണ്ടായിട്ടല്ല. ശരിയാണ്, നിങ്ങൾ എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടൊരു ചോദ്യം, അല്ല നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ മറ്റു വല്ലതും ഇതുവരെ? കാരണം നമ്മൾ വയറിൻ്റെത് ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ നോ പ്രോബ്ലം, അതിന് കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ? എനിക്ക് ആകപ്പാടെ ക്ഷീണം. ഷാമോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഞാൻ ആ കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങോ? എന്താ ഇത്ത നിങ്ങളീ പറയുന്നത്? എന്ത് കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങളീ പറയുന്നത്? ഷാമോനെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്താ പേടിക്കുന്നത്? ഒട്ടും ഭയം വേണ്ട, പറഞ്ഞോളൂ, വിഷമിക്കാതെ പറഞ്ഞോളൂ. ഷാമോനെ എന്നെ കൈവിടരുത്. എൻ്റെ നവാസ്ക ഏതായാലും എന്നെ കൈവിട്ട പോലെയാണ്. എന്നെ വിളിക്കാറില്ല, സംസാരിക്കാറില്ല, പക്ഷേ എന്നെ കൈവിടരുത്. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ പുത്തൻ വീട് തറവാട്ടിൽ നിന്നോട്ടെ. എന്നെ നിങ്ങൾ പറഞ്ഞേക്കുമോ? എന്തൊക്കെയാ പറയുന്നത് ഇത്താ? അങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല. അതൊക്കെ ഉമ്മയുള്ളിടത്തോളം കാലമൊക്കെ നല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാമല്ലോ. ഷാമോനെ ഉമ്മ മാത്രമല്ല, എനിക്ക് ഷാമോനും വേണം എൻ്റെ കൂടെ എല്ലാത്തിനും. എനിക്ക് ഷാമോനെ കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. എൻ്റെ എല്ലാ കാര്യവും ഏറ്റെടുക്കാൻ ഷാമോ ഉണ്ടാവുമോ? എനിക്ക് വേറെ ഒരു വഴിയില്ലായിട്ടാണ്. എന്നെ കൈവിടരുത് ഷാമോൻ, പ്ലീസ് എന്നെ കൈവിടരുത്. കൂട്ടിക്കൂടെ, എന്നെ കൂടെ, നുസൈബയുടെ കൂടെ എന്നെയും ഒന്ന് കൂട്ടിക്കൂടെ? ഒരു നിമിഷം അതാ ഷമ്മാസ് ഞെട്ടിപ്പോയി. യാ അല്ലാ റബ്ബേ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കണത്? നിങ്ങൾ ഇൻഷാ അല്ലാ കൂടെ കൂട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ വന്നതൊക്കെ. പിന്നെ അതൊന്നും സാരമില്ല, നമ്മളങ്ങനെ കഴിഞ്ഞു പോവും. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. നവാസിൻ്റെ കാര്യമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കാം കേട്ടോ. നവാസ്ക സങ്കടം കൊണ്ടാണ്, നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നവാസ്ക അങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം അത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ലായിരുന്നു. അത് നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു പോയതുകൊണ്ടാണ് നവാസ്ക അങ്ങനെ പോയത്. അല്ലെങ്കിൽ എത്ര സുഖസുന്ദരമായിരുന്നു ഇത്താക്ക് ഗൾഫിലുള്ള ജീവിതവും ഫ്ലാറ്റിലെ ജീവിതവും, എത്ര മനോഹരമായിരുന്നു. പോരാത്തൊരു കുഞ്ഞിനെ നൽകി നിങ്ങളായിട്ട് തന്നെയല്ലേ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത്. ഷാമോനെ നവാസ്ക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഷാമോനാണ് ഇഷ്ടം. ശരിക്കും സൗദിയുടെ വാക്കുകൾ കേട്ട് ഷമ്മാസ് ഞെട്ടിത്തെറിച്ചു. ഇത്താ അതെ, എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, ഒരുപാട്. പക്ഷേ നിങ്ങളെ എൻ്റെ ജ്യേഷ്ഠത്തി ഉമ്മയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ടാണ് നിങ്ങൾ. ഷാമോനെ ഒരിക്കലും ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ടല്ല. എന്നെ ഷാമോൻ്റെ പ്രിയപ്പെട്ടവളുടെ സ്ഥാനത്ത് എന്നെയും കരുതിക്കൂടെ? എന്നെയും കണ്ടൂടെ ഷാമോൻക്ക്? എന്നെയും സ്വീകരിച്ചൂടെ? അതിനുവേണ്ടി ഷാമോൻ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഒരു നിമിഷം അവന് തോന്നി, റബ്ബേ എന്തൊക്കെ തലക്ക് വെളിവില്ല എന്തെങ്കിലും പറയായിരിക്കും. ഡോക്ടർ പറഞ്ഞ പോലെ മെൻ്റലി പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാവോ?
എന്നാൽ അവൻ പറഞ്ഞു അവളോട്, ഇത്ത ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതെ, നിങ്ങൾ എൻ്റെ നുസൈബയെ പോലെ തന്നെ ഞാൻ നിങ്ങളെയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ല ഞാൻ നിങ്ങളുടെ സംരക്ഷണത്തിനകത്തേക്ക് വന്നത്. വിഷമിക്കണ്ട കേട്ടോ. ശരിക്കും അവൾക്ക് മെൻ്റലി പ്രോബ്ലം ഉണ്ടോ എന്ന് വരെ ഷമ്മാസ് ഭയപ്പെടുകയായിരുന്നു. നമുക്ക് വേറൊരു ഡോക്ടറെ കൂടി കാണിച്ചാലോ? ഏത് ഡോക്ടർ? അല്ല, ഒന്നുമല്ല, നിങ്ങളുടെ വാക്കുകൾ പരസ്പരം വൈരുദ്ധ്യമായിട്ടൊക്കെ. ഷമോനുള്ള ഇഷ്ടം കൊണ്ടാണ് എനിക്ക്. സത്യമായിട്ടും ഇന്ന് നമുക്ക് ഈ റൂമിൽ കഴിയാം. ഈ റൂമിൽ എനിക്ക് 1-2 ഗ്ലൂക്കോസ് കൂടി കയറ്റണം, എന്നിട്ട് ഇവിടെ നിൽക്കണം. അല്ലാതെ വീട്ടിൽ പോയാൽ എനിക്ക് വീണ്ടും ടെൻഷനായി എന്തെങ്കിലുമൊക്കെ തുടങ്ങും അസുഖം. പ്ലീസ്. എന്നാൽ ഈ സമയം ഉമ്മ വിളിക്കുന്നു. നേരം വെളുത്തു. ഹലോ മോനെ. ഷാമോനെ. എന്തോ ഉമ്മ? അല്ലപ്പോൾ എങ്ങനെയുണ്ടാ? കുറവുണ്ടോ? ഉമ്മ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. സ്കാനിങ്ങിലൊന്നും നോ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ചെറുതായിട്ടൊരു പരസ്പര വിരുദ്ധമായ സംസാരങ്ങളുണ്ട് അവർക്ക്. അത് പൊതുവെ ടെൻഷൻ കൊണ്ടാണ്, എന്താ അറിയില്ല. പൊന്നു മോനെ, നവാസിൻ്റെ ഈ കാര്യമൊക്കെ ആലോചിച്ചിട്ടേ കാര്യം. ഓൾക്ക് എന്ന് വെച്ചാൽ സ്നേഹം കിട്ടീനു, എമ്പാടും വാരി കോരിയും കൊടുത്തീനു. പിന്നെ അങ്ങോട്ട് ഓനിട്ടാണ്ട് പോയിൻ്റെ ശേഷം ഓനാകെ അങ്ങോട്ട് വെറുത്തുക്കണ്. ഞാൻ ഓനോട് പറഞ്ഞു, എൻ്റെ പൊന്നാരൻ്റെ നവാസേ ജോൾക്കൊന്ന് വിളിച്ചാളാന്ന് പറഞ്ഞപ്പോൾ, ഉമ്മങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടോ എന്നാ പറഞ്ഞു. അങ്ങോട്ട് വെറുത്ത് പോയിക്കണ്. എന്താ സംഭവം എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ പല നെയ്യത്തും ഉംറക്ക് പോയിട്ട് കാട്ടി കൊടുക്കണം അങ്ങനെ എന്നൊക്കെ. എന്നാലും ഓളെ കുറിച്ചൊരു വാക്ക് മുണ്ടും പറയും. ഓൻ വല്ല വിളിയും കാര്യങ്ങളും അതില്ലേനും മുണ്ടും പറയും ചെയ്യുമ്പോൾ അതിനെ വിഷയമാണ് മാറ്റി. എന്താ കുട്ടിക്ക് പറ്റി എനിക്കറിയില്ല. അല്ലാ, ഏതായാലും നോക്കണോടത്തോളം നമുക്ക് നോക്കുക. കാരണം നമ്മളതിലായി കിട്ടിയില്ല. ഇപ്പോൾ ഏതായാലും വന്നു ഇവിടെ നിന്നോട്ടെ, ഇവിടെ കഴിഞ്ഞ് നിന്നോട്ടെ. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോഴൊക്കെയാണ് നന്നായിക്കോളും. പിന്നെ ആൺകുട്ടിയല്ലേ, ആൺകുട്ടിയുണ്ട് വലുതാകുമ്പോഴേ ഓലാണ്ട് മോനും ഉണ്ടല്ലോ, പേടിച്ചാനൊന്നും ഇല്ലല്ലോ. അല്ലാ, വേറൊന്നും തെറ്റുകൾക്കൊന്നും പോകാൻ ഞാൻ മതി. ഇവിടെ നിന്നോട്ടെ, ഉമ്മ സംരക്ഷിച്ചോണ്ട് ആ കാര്യത്തിലൊന്നും. എന്നാ ആയിക്കോട്ടെ മോനെ. എന്നാൽ ഈ സമയം ഉമ്മ നുസൈബാക്കിൻ്റെ കുട്ടിക്കൊന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എവിടെയടി മോള്? ഉമ്മ, മോള് അവർ ഭയങ്കര കളിപ്പിക്കലാണ്, നിലത്ത് വെക്കൂല. തള്ളിടാതെ നോക്കണം കേട്ടോ. എന്തെങ്കിലും കൊടുത്ത ജേനെ? ഉമ്മ എന്തൊക്കെ രായി എന്തൊക്കെ വിറകി കൊടുത്തിന്. ആയിക്കോട്ടെ. അല്ല പിന്നെന്തൊക്കെ അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മ, ഒന്നുമില്ല. അല്ല, എൻ്റെ കുട്ടി എന്നാ വരണേ? ഇനിയിപ്പോൾ 2 ദിവസം ആയില്ലേ പോയിട്ട്? ഉമ്മ, ഇൻഷാ അല്ലാ വരാം. എന്തായാലും മോളെ ഒരു കാര്യം പറയാണ്ട്. എന്തുമ്മ? എന്തുമ്മ കുഞ്ഞ് കരയുണ്ടല്ലോ? ഞാൻ ഇപ്പോൾ വരട്ടെ. ഞാൻ കുട്ടീനെ എടുത്തിട്ട് വരട്ടാ. നവാസിൻ്റെ കുഞ്ഞിനെ ഉമ്മ എടുക്കുവാൻ വേണ്ടി പോകുന്നു. ഇല്ല. അമ്മമ്മ ഉണ്ടല്ലോ. അമ്മമ്മ ഉണ്ടാവുമ്പോൾ എന്തിനങ്ങൾ ഒളിച്ചണത്? ഒളിച്ചണ്ട. ഇല്ല. അല്ലാ പഠിച്ചവൻ, എൻ്റെ കുട്ടിക്ക് പെറ്റപ്പോഴേ മുലപ്പാലിട്ടിട്ടില്ല, എപ്പോഴും കിട്ടണില്ല. ഏതായാലും ഈ പാൽപ്പൊടിയൊക്കെ കലക്കാണ് കൊടുക്കാനല്ല. അപ്പോൾ എന്താ കാട്ടണേ? ഈ കുട്ടീൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി. ഓരോരുത്തരൊക്കെ ഓരോ വിധി പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ റബ്ബേ, ആമീൻ. അപ്പോഴേക്കും ഐഷുമ്മ കുഞ്ഞിന് പാൽപ്പൊടി. എന്തായിരിക്കും ഇപ്പോൾ ഉമ്മ എന്തിനുമ്പോൾ കുഞ്ഞിനെടുക്കാൻ ഇങ്ങനെ ഓടിയത് ഫോൺ വെച്ചിട്ട്? നുസൈബക്ക് സംശയം തോന്നി. അവൾ വീണ്ടും വിളിച്ചു നോക്കി ഉമ്മയെ. ഹലോ ഉമ്മ. മോളെ, ഞാനേ കുട്ടിക്ക് പൊടി കൊടുക്കാൻ വേണ്ടിയിട്ടേ. അല്ലുമ്മ, അതെന്തേ? അത് ഇതെന്തേ? ഓൾറെഡി ഒരു വയറുവേദന ആയിട്ടും കേട്ടേ ഇപ്പോൾ ഇടങ്ങാറായിരുന്നു. ഉമ്മ, എന്നിട്ടോ പഠിച്ചോനെ പാവട്ടോ. ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉലുവെള്ള അതൊക്കെ ഞാൻ കൊടുത്തു നോക്കി. ഓളൊരു മുറുക്കാണ്ട് കുടിച്ചില്ല. ഏതായാലും ആശുപത്രിക്കാണ് പോയിക്കണ്. അല്ലോ തന്നെ പഠിച്ചോനെ. എന്നിട്ട് എന്താ ഇന്നലെ രാത്രി നട്ടപ്പാതിരാക്ക് ക്ഷാമവും കൊണ്ടുപോയി പിടിച്ചു വലിച്ച്, അല്ല എന്താ കാട്ടണ്? എന്നാൽ അത് കേട്ടപ്പോൾ ഒരു നിമിഷം നുസൈബയുടെ മനസ്സൊന്ന് പതറി. ഉമ്മ, അത് നീച്ചാൻ വയ്ക്കണില്ല. ഞാൻ പറഞ്ഞു പൊന്നാരൊന്നു പിടിച്ച് വലിച്ച് കൊണ്ടേക്ക് വണ്ടിയിലാണ്ട് എത്തിക്കിട്ടേ കഴിച്ചില്ല. പിന്നെ ആശുപത്രിക്കാരാണ് കൊണ്ടേക്കോളൂ. ഏതായാലും കൊണ്ടേക്കണ് അപ്പൻഡിക്സിൻ്റെതാണോ അറിയില്ല. പള്ളനുള്ളിൽ കൂടെ പെരും വേദനയും വരുത്തുമായിട്ട് ഇങ്ങോട്ട് സ്കാനിങ് എടുക്കലും സൂചി വെക്കലും ഇപ്പോൾ പറ്റ തളർന്ന് ഗ്ലൂക്കോസ് എറ്റി എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഉമ്മ, അപ്പോൾ വീട്ടുകാരൊന്നും അറിയിച്ചില്ലേ ഉമ്മ? എന്നെ വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ വരുമായിരുന്നല്ലോ. മോളെ, ഇജ്ജ് വന്നിട്ടു ഇപ്പം എൻ്റെ അടുത്തും കുട്ടി തന്നെയല്ലേ. എന്നാലും ഉമ്മ ഹോസ്പിറ്റലിൽ നിൽക്കാനേ പാവല്ലേ. പിന്നെ ഉമ്മ അതൊന്നും വിളിച്ചിട്ടുണ്ടാവില്ലല്ലേ?
ഇല്ല, ഇനിയിപ്പോൾ ഓളെ വാപ്പാനോടും ഓളെ അളമാനോടൊക്കെ ഒന്ന് പറയണമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പോരുന്നുള്ള നിലക്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും ഇനിയിപ്പോൾ ക്ഷീണവും കാര്യമൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഷാമോൻ ഉണ്ട് അവിടെ. ഷാമോനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാര മോനെ, എൻ്റെ കുട്ടി അവിടെ നിന്നോളൂ, എനിക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലിട്ടും. ഒന്നുമില്ല, എൻ്റെ കാരണോലെ പെണ്ണുങ്ങൾ തന്നെയല്ലേ, ഇജ്ജ് ഒന്നും കരുതണ്ട, മനസ്സിക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും, ഇജ്ജ് ഒന്നും കരുതണ്ട, നോക്കിക്കോ. അപ്പോൾ ഇതിനെ ഓലെ വിളിച്ചാന്ന് പറഞ്ഞേക്കണം. ഏതായാലും ഇപ്പോൾ ഗ്ലൂക്കോസിറ്റി കേട്ട് റൂമിലേക്ക് ആക്കിക്കണെന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയം അതാ നുസൈബ വിചാരിച്ചു, അതെ, ഷാമോൻ എന്നോടൊന്നും വിളിച്ച് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും എന്നോട് നീ വിളിച്ച് പറയായിരുന്നു. സാരല്ല, ആയിക്കോട്ടെ, രാത്രി ആയതുകൊണ്ട് എന്നെ ബേജാറാക്കണമെന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോഴും അവൾ ഷാമോന് വേണ്ടി ദുആ ചെയ്തു. റബ്ബേ, അല്ലാ, ഒന്നും തെറ്റിദ്ധരിച്ചതല്ല അല്ലാ, പഠിച്ചോനെ, നീ പ്രതിഫലം കൊടുക്കല്ല. എല്ലാത്തിനും ഓടിപ്പോയാനുള്ളത് എൻ്റെ വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ വല്യമ്മാൻ്റെ കാര്യത്തിലാണെങ്കിലും സത്താർക്കാൻ്റെ അവരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഓടിപ്പോയ എൻ്റെ ക്ഷാമം ഉണ്ടല്ലോ. ആയിക്കോട്ടെ പഠിച്ചവൻ, ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യ് റഹ്മാനെ. അള്ളാഹ് സൗദത്തിയുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്ക്. കാരണം മറ്റൊന്നും ഇനിയുള്ളതല്ലേ റബ്ബേ. അതുകൊണ്ട് തന്നെ പഠിച്ചോനെ, ഒന്നും സംഭവിക്കരുതേ അള്ളാഹ്. റഹ്മാനെ, നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. അള്ളാഹ്, ഷാമോനെ കുറിച്ച് ഞാൻ വേണ്ടാത്തത് വല്ലതും തെറ്റിദ്ധരിച്ചോ റബ്ബേ? പഠിച്ചോനെ, നീ പുറത്തു തരണേ അല്ല. പാവാണ്, എല്ലായിടത്തും ഓടിയെത്തും, എല്ലാവർക്കും വേണ്ടി സഹായങ്ങൾ ചെയ്യും, ഒരുപാട്. പഠിച്ചോനെ, നീ സ്വീകരിക്കല്ല. എനിക്കങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതും വലിയൊരു കാര്യം തന്നെ. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ല, അതൊക്കെ സംരക്ഷിച്ചോട്ടെ. എന്നാൽ സൗദത്തിയുടെ ചില വാക്കുകൾ കേൾക്കുമ്പോഴാണ് മനസ്സിന് വേദന. റബ്ബേ, പഠിച്ചോനെ, അല്ലാഹുവേ, നിൻ്റെ കാരുണ്യം കൊണ്ട് റഹ്മാനെ, റഹ്മാനും റഹീമുമായ സയ്യിദായ തമ്പുരാനെ, നിൻ്റെ പരമകാരുണ്യം കൊണ്ട് അല്ലാഹുവേ, നീ പരിപൂർണ ഷിഫ നൽകു റഹ്മാനെ. അല്ല പഠിച്ചോനെ, ഒന്നും സംഭവിക്കരുതേ അല്ലാഹുവേ, റഹ്മാനെ, ആമീൻ. അവൾ അതാ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ആരൊക്കെയായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോവുക? ഷമ്മാസ്, അതെ, അവിടെ നിന്ന് കഴിച്ചിലാകുമോ? ഇനി സൗദിയുടെ ഉപ്പയും എളാമയും വരുമോ? എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.